അപ്പൊ കൂട്ടുകാരെ, പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നല്ല മഴ എന്ന് പറഞ്ഞാൽ ഇന്നല്ല, 2 ദിവസം കൊണ്ട് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മഴയത്ത് നമുക്ക് നല്ല നാടൻ സ്റ്റൈലിൽ ഒരു ബീഫ് കറിയൊക്കെ തയ്യാറാക്കിയല്ലോ. അതെങ്ങനെയാണെന്ന് നോക്കണ്ടേ നമുക്ക്, നമ്മുടെ നാടൻ രീതിയിൽ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതുപോലെ തന്നെ ഞാൻ എന്നും പറയുന്ന പോലെ കൂട്ടുകാരെ, നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ പോയേക്കാം ബാ. അപ്പൊ നമ്മളൊരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. എല്ല് ഉൾപ്പെടെയാണ് നമ്മൾ 1/2 കിലോ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിനെ കഴുകി ഒന്ന് ഫ്രഷ് ആക്കി എടുക്കാം. അപ്പൊ നമ്മള് ബീഫ് നല്ല വൃത്തിയാണ് കഴുകി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് അവിടുന്ന് ഒരു 10-12 ചെറിയ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കാം. അതിനൊക്കെ ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞാണ്, അത് ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി അത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കുന്ന പറഞ്ഞാൽ 2 ചെറിയ സവാള അരിഞ്ഞതാണ്, നീളത്തി അരിഞ്ഞാണ്, അത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇടുന്നത് 1 സ്പൂണോളം മുളക് പൊടി, 1.5 സ്പൂണോളം മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല. ഇനി നമുക്ക് പാകത്തിനനുസരിച്ചുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എങ്കിലേ ബീഫിനകത്തെല്ലാം നമ്മുടെ മസാലയൊക്കെ ഒന്ന് പിടിക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ നല്ലോണം എല്ലാം ഒന്ന് മസാലയൊക്കെ ഒന്ന് നമ്മൾ അതിനകത്ത് പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 7 നമ്മുടെ കുക്കറിനനുസരിച്ചുള്ള ഫിസിൽ അടിപ്പിക്കാം. ഞാനിപ്പോ ഒരു 7 അടുപ്പിക്കുന്നുണ്ട്. ഇനി നമ്മളൊരു ചട്ടി അടുപ്പി വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. ഇനി കുറച്ച് കരിവേപ്പില, ഇനി നമുക്ക് ഇട്ട് കൊടുക്കുന്ന പറഞ്ഞാൽ കുറച്ച് കൊച്ചുള്ളിയാണ്, ചെറുതായിട്ട് അരിഞ്ഞാണ്, അത് ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് ഈ ഉള്ളി ഒന്ന് നല്ലോണം നമുക്കൊന്ന് മൊരിഞ്ഞ് കിട്ടേണ്ട കാര്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്കത് പൊടിയായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ബീഫിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്, അതനുസരിച്ച് നമ്മൾ നോക്കി ഇട്ടാൽ മാത്രം മതി. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ബീഫിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിനകത്ത് വെള്ളം പോരാന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തോട് ചേർക്കുന്ന പറഞ്ഞാൽ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി എടുത്ത് നമുക്കൊന്ന് അടച്ചു വെക്കാം. നമുക്കൊന്ന് അടച്ചു വെക്കാം. നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റോളം അടച്ചു വെക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, നല്ല കുറുകി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. കൂട്ടുകാരെ, ഇതേപോലത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അടുത്ത ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വരാം കൂട്ടുകാരെ.